നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ നോക്കിക്കോ ഗൗരി, ഈ ടൂറിനിടയിൽ തന്നെ മാളുവിനെ കൊണ്ട് എന്നെ അച്ഛാന്ന് ഞാൻ വിളിപ്പിക്കും. അല്ല, അവൾ എന്നെ സ്വയം അച്ഛാന്ന് വിളിച്ചോളൂ. അതാണ് ഈ ടൂർ കൊണ്ട് സംഭവിക്കാൻ പോകുന്ന മാജിക്. നമ്മുടെ മോൾക്ക് ഞാൻ ലോകത്തിലെ വില കൂടിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഐസ്ക്രീം, അങ്ങനെ അവൾ ആവശ്യപ്പെടുന്നതും അല്ലാത്തതും എല്ലാം ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുക്കും. മാളു എന്റെ മുഖത്ത് നോക്കി അച്ഛന്ന് വിളിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആ നിമിഷത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കാൻ മഹിയേട്ട. പക്ഷെ ശ്രേയ, അവള് മഹിയേട്ടൻ കരുതുന്ന പോലെ ഒരു പെണ്ണല്ല. അവളുടെ ഉള്ളില് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ മോളെ ചിലപ്പോ അവൾ അപായപ്പെടുത്താൻ ശ്രമിക്കും. മോളെ, നിന്നോട് അമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ പിക്നിക്കിന് നീയും മഹിയും പോയി വരുമ്പോ നീ അവനെ വശത്താക്കണം. യാത്രക്കിടയില് പലതും സംഭവിക്കാമല്ലോ. എങ്ങനെ മഹിയെ വശത്താക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊന്നും വേണ്ടമ്മേ, എനിക്ക് മറ്റൊരു പ്ലാനുണ്ട്. അതെന്താ? അത് എന്താ മോളെ? ഈ വീടിനകത്ത് നിന്ന് പറഞ്ഞാലേ ആ ഗൗരി കേൾക്കും. അമ്മ ഇങ്ങ് വാ, ഞാൻ പറയാം. വാ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. എന്താ നിന്റെ പ്ലാൻ? പറ. നാളത്തെ യാത്രക്കിടയിൽ ഒരു അപകടം നടക്കും. അയ്യോ, അപ്പൊ നിനക്കെന്തെങ്കിലും പറ്റിയാലോ? എനിക്കല്ലമ്മേ, മാളൂട്ടിക്കാണ് അപകടം സംഭവിക്കാൻ പോകുന്നത്. ആ, അത് കൊള്ളാം. എന്നിട്ട് അപകടത്തിൽ പെടുന്ന മാളുവിനെ ഞാൻ രക്ഷിക്കും. അങ്ങനെ എന്റെ ഫ്രണ്ട്സ് വന്നപ്പോ ഉണ്ടായ മഹേട്ടന്റെ മനസ്സിലെ ക്ഷീണം ഞാൻ അങ്ങ് മാറ്റിയെടുക്കും. അതോടെ മഹേട്ടൻ എന്നിലേക്ക് കൂടുതൽ അടുക്കും. ശ്രേയ എന്റെ മോൾക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യുകയാണല്ലോ. എന്തായിരിക്കും? എന്റെ മോളെ, ഗൗരിയുടെ ആത്മാവിത അറിഞ്ഞ നിന്റെ എല്ലാ പ്ലാനും പൊളിയില്ലേ? ഗൗരി വീടിനകത്തല്ലേ, വീടിന് പുറത്ത് നടക്കുന്ന സംഭവത്തില് അവൾ എങ്ങനെ ഇടപെടും? അവള് പുറത്തിറങ്ങിയ കാര്യം നീ മറക്കരുത്. ഞങ്ങള് യാത്ര പുറപ്പെടുമ്പോ രക്ഷാമണി വാതിലിൽ തന്നെ ഉണ്ടോന്ന് ഉറപ്പുവരുത്തിയാ പോരെ? ആ, ശ്രേയാണ്. ഞാൻ പറഞ്ഞിരുന്ന ആ യാത്ര നാളെയാണ്. ഒരു കുട്ടിയെ യാത്രക്കിടയിൽ തട്ടിയെടുക്കണം. പെൺകുട്ടിയാണ്. അതിനുശേഷം ആ കുട്ടിയെ ഞാൻ വന്ന് രക്ഷിക്കും. നിങ്ങൾ അവളെ വിട്ടുതരണം. സ്ഥലവും സമയവും കാറും ഏതാണെന്ന് ഞാൻ അറിയിക്കാം. ഓക്കെ? എല്ലാം പറഞ്ഞതുപോലെ. നിന്റെ ഈ പ്ലാൻ നടക്കുമോ മോളെ? ഇത് നടക്കും, നടന്നിരിക്കും.
അമ്മേ 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 മോട്ടർ ഇട് അമ്മേ അമ്മേ മോട്ടർ ഒന്ന് ഇട് അമ്മേ അമ്മേ മോട്ടർ ഇട് അമ്മേ അമ്മേ ഇത് എവിടെയാ അമ്മേ ഞാനും മാളുവും കൂടി ഹിൽ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ മഹിയേട്ടനായി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓക്കെ, എന്നാ ആ സർപ്രൈസ് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അമ്മേ വാതിൽ തുറക്ക്. ഇതാരെ പൂട്ടിയെ? അമ്മേ വാതിൽ തുറക്ക് തുറക്ക്. ആ മാളൂട്ടി പോ റെഡിയായോ? മാളൂട്ടിയുടെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛന്റെ കൂടെ പിക്നിക്ക് പോയി അടിച്ചു പൊളിക്കണം കേട്ടോ. പോയിട്ട് വരുമ്പോ മാളൂട്ടി ഗംഗയ്ക്ക് എന്ത് കൊണ്ടുവരും? എന്താ മോളെ, എന്തെല്ലാം പ്രശ്നമുണ്ടോ? എന്റെ ഒരു സാധനം ഇടുക്കി വീണു, അതെടുത്തു തരോ? എന്ത് സാധന? ഒരു വിസിലാ, അത് കാണുന്നില്ല, ഒന്ന് നോക്കിയേ. ഒരു വിസിലല്ലേ? ഇതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ കാണും. ഞാൻ എടുത്തുതരാം. പെട്ടെന്ന് എടുത്ത് താ. ഇപ്പൊ എടുത്തുതരാം. ഇത് കൊള്ളാലോ, ഒരാൾക്ക് ഇതിനകത്ത് സുഖമായിട്ട് കിടക്കാം. വിസില് കിട്ടിയോ? ഇല്ല, നോക്കുക. കുറച്ചും കൂടി അകത്തോട്ടാ വീണത്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.